വെൽക്കം ടു ബുദ്ധ സ്വീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിനും രാജഗിരി ഹോസ്പിറ്റലിനും ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിലാണ്. 8ഓളം വില്ലകളുള്ള ഈ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിലെ ലാസ്റ്റ് വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. 4 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 1891 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയ മനോഹരമായ ഒരു വീടാണ് ഇത്. നമുക്കിനി ഈ വീടിൻ്റെ എലിവേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ബോക്സി എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി ക്ലാഡിംഗ് ടൈലും ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും 2-വേ ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ വീടിന് 2 ബാൽക്കണിയാണുള്ളത്. ഒരു കവേർഡ് ബാൽക്കണിയും ഒരു ഓപ്പൺ ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. 3.5 മീറ്ററാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വരാം. വളരെ മനോഹരമായി 3 സൈഡിലും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ കവേർഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. പിന്നീട് നമ്മൾ എത്തുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലായിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് 16 അടിയോളം നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. 8 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട് സ്റ്റെപ്പിനോട് ചേർന്ന് കോബിൾ സ്റ്റോണും നാച്ചുറൽ സ്റ്റോണുമാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയും കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് മനോഹരമായ ഒരു ഗാർഡനും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് വന്നാൽ ഇവിടെയും നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് താഴെ നാച്ചുറൽ ഗ്രാസ് വിരിച്ച് സൈഡിൽ ഗാർഡനൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ നാച്ചുറൽ സ്റ്റോൺ കൊടുത്ത് നാച്ചുറൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഗാർഡനും വരുന്നുണ്ട്. ബാക്കിയുള്ള പോർഷനിൽ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 6 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായി വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണർ കൂടാതെ KW വാട്ടർ കണക്ഷൻ ഈ വീടിനുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു എൻഡിലും ഓപ്പോസിറ്റ് എൻഡിലും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 8.5 അടിയിലേറെ നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലറിൻ്റെ ഹാഫ് പോർഷൻ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ഒരു ഷൂ റാക്കൊക്കെ ചെയ്ത് കുഷ്യനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വീടിൻ്റെ മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് വരുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഹാൻഡിലൊക്കെ കൊടുത്ത് ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ലിവിംഗ് കം ഡൈനിങ് സ്പേസിലേക്ക് വരാം. 24.5 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ലിവിംഗ് സ്പേസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ള വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡ് വലുപ്പമുള്ള ഒരു കോർണർ സോഫ തന്നെ ഇടാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഒരു കോഫി ടേബിളിനുള്ള സ്പേസും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വളരെ മനോഹരമായ ഒരു ഡക്ക സ്പേസ് ആണ് TV യൂണിറ്റിന്റെ സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. വളരെ മനോഹരമായി ചെയ്ത സീലിംഗ് വർക്കാണ് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് സ്പേസിന് ഉള്ളത്. കൂടാതെ ലൂക്കറിന്റെ 2 ഫാനുകളും ലിവിംഗ് സ്പേസിലും ഡൈനിങ് സ്പേസിലും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്.
സെറയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. താഴെയായി സ്റ്റോറേജ് സ്പേസും ഡക്ക സ്പേസും വരുന്നുണ്ട്. കൂടാതെ മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീടിന് എല്ലീസിന്റെ സ്വിച്ചസും ഫിനോലെക്സിന്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ട് അത്യാവശ്യം ഡക്ക സ്പേസും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പാനലിംഗ് ഈ ഒരു ഭാഗത്തേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് തന്നെയാണ് വരുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. 10 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. 3 ലെയറായി അത്യാവശ്യ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ മുകളിലത്തെ പോർഷൻ ഓപ്പൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈ ഒരു കിച്ചൺ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 14.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മിനിമലായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഡോറിന്റെ ഒരു വാൾഡ്രോബാണ്. കൂടാതെ ഈ ഒരു സെക്ഷനിലും സ്റ്റോറേജ് വരുന്നുണ്ട്. താഴെ അത്യാവശ്യം ഡക്ക സ്പേസും വാൾഡ്രോബിൽ മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടറും വാട്ടർ ക്ലോസറ്റും എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വന്നിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വളരെ മിനിമലായി ഭംഗിയായി ചെയ്തിരിക്കുന്ന സീലിംഗ് വർക്കാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. കൂടാതെ മനോഹരമായ വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ഡോറിന്റെ ഒരു വാൾഡ്രോബാണ് വരുന്നത്. വാൾഡ്രോബിൽ മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഡക്ക സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഈ ഒരു ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടറും വാട്ടർ ക്ലോസറ്റും എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ എസ്എസും വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന വോളിൽ മനോഹരമായ ഒരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോ നൽകി CNC കട്ടിങ്ങിന്റെ ഒരു മെറ്റൽ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിങ്ങും ഈ ഒരു ഭാഗത്തായിട്ട് മുകളിലത്തെ നിലയിൽ ബെഡ്റൂമും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു സ്പേസ് ആണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത്. 19 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു വിൻഡോയും നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസ് അത്രയും തന്നെ വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാനോടും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14.5 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടി ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. 3 ഡോറിന്റെ ഒരു വാൾഡ്രോബ് നൽകി മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
സെറയുടെ ഡൈവേർട്ടറും ബ്രാൻഡഡ് ആയിട്ടുള്ള വാട്ടർ ക്ലോസറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 11 അടിയോളം നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൂടാതെ മനോഹരമായ ഒരു വാൾ ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ യൂട്ടിലിറ്റി റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു റൂം വരുന്നത്. 10 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു റൂമിന് ഉള്ളത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. കൂടാതെ സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു റൂം നമുക്കൊരു സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ കവേർഡ് ബാൽക്കണിയിലേക്ക് വരാം. 11 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ഒരു വാൾ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്പേസ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ഓപ്പൺ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പും ഒരു ഡോറും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ഓപ്പൺ ബാൽക്കണി മനോഹരമായി ഗാർഡൻ ഒക്കെ ചെയ്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 650 മീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്റർ, കാക്കനാടേക്ക് 15 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 3 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 10 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റർ, കലൂരേക്ക് 18 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് 200 ലക്സ് സ്ഥലത്ത് 1891 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോടുകൂടിയ ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 68 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.